Marín dileto യോഹന്നാൻ ദാമെന്തോ ദൈവമേ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളെല്ലാവരിലും കരുണ തോന്നണമേ. കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചു ഹൃദയവേദനയോടെ സ്വർഗസ്വപിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിളിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത ഉത്തമനും അരുപവാനുമായ പിതാവേ, കഠിന പരീക്ഷണങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിരേകരാജനും പരിശുദ്ധാത്മാവേ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുണ്ടാകാൻ മുൻപാകെ നാം തലകുനിക്കണം. പരിശുദ്ധാത്മാവേ സ്തുതിയും സ്തോത്രം സമർപ്പിക്കും. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും എല്ലാത്യന്തവും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാം ഭയത്തോടും പറയലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം
നാം പ്രാപിക്കുമാറാകട്ടെ. സ്വീകരണം നേടി ദൈവത്തിൻ അവതരണം ചെയ്ത കന്യകതൻ മുതലേ വാഴോലേ ആദാമ്യരെ സാദാ ഹൃദയമതൻ അടിമയിലേ ഏകിടുവാൻ മെയ്യേ നിയമീനാസ്തോത്രം ഒരിയോറാമിൻ മേലെ നുവാദാരേ നീതിമാൻ വന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോ അരകിൽ പോയി Bola bola barol, roho kadisho. Ogi walgi sahada. Adiva, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ ഭാവപരിഹാരപ്രദമായ വിശുദ്ധമക്കളായി നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴി ആഹാരങ്ങളുടെ അനുഗ്രഹങ്ങളോട് കരുണയ്ക്കുമായിട്ട് ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്താൽ ക്രിസ്തന്മാരോട് ക്രിസ്തുവരോടുകൂടി ജീവിക്കുന്നവരും കർത്താവിന്റെ വിജയശ്രീമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ്വരൂപമായ അനുഗ്രഹിക്കപ്പെട്ടവരും ഈ പരിശുദ്ധ കൃത്വം നിങ്ങളുടെ കലങ്ങളെ പാപങ്ങളെ മോചിക്കും. വിശ്വാസികളാ നിങ്ങളുടെ മരിച്ചുപോയതാത്മാക്കളാശിക്കുകയും ഞാനോ ബലഹീനനും സ്വാഭിമാവുന്ന പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ചു സംതൃപ്തരായി സമാധാനത്താലെ പോകുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയണച്ചോരി ബലിയും ദൈവമാതാവിന്റെ നാമത്തിലാണ് ഈ കുരിശുപള്ളി പണിയപ്പെട്ടിരിക്കുന്നത്. ആ മാതാവിന്റെ ഓർമ്മയാണ് ഇന്നും നാളെയുമായിട്ട് കൊണ്ടാടുന്നത്. 3 പെരുന്നാളുകൾ പ്രധാനമായിട്ടും മാതാവിനെ കുറിച്ച് ആഘോഷിച്ചു ഇരുന്നുവെന്ന് എഫേസോസിലെ സഭ പറയുന്നു. അത് നമ്മുടെ ഇബ്രായ കവി ഇങ്ങനെയാണ് പാടുന്നത്: കതിരുകളെ ഓർത്തിടവത്തിൽ വിത്തിന് മകരത്തിൽ മുന്തിരിയെ പ്രതി ചിങ്ങത്തിൽ. ഈ 3 പെരുന്നാളുകളും നാം ഓരോ 15-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതായത് മകരം 15 എന്ന് പറയുന്നത് ജനുവരി മാസത്തിലും, ഇടവം 15 എന്ന് പറയുന്നത് ഇടവത്തിൽ മെയ് മാസത്തിൽ 15-ാം തീയതിയിലും, അതുപോലെ ചിങ്ങത്തിൽ എന്ന് നമ്മൾ പറയുന്നത് ആഗസ്റ്റ് മാസം 15-ാം തീയതി. ഈ 3 പെരുന്നാളുകളാണ് ആചരിക്കുന്നത് എന്ന് ഗാനത്തിൽ നമ്മൾ ചൊല്ലുന്നു. അങ്ങനെയെങ്കിൽ വിത്തിന് വേണ്ടിയുള്ള മാതാവിൻ്റെ ഒരു പെരുന്നാളാണ്.
വിത്തെന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പ്രാരംഭമാണ്, നമുക്കറിയാം. ആ പ്രാരംഭത്തിൽ തന്നെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം തേടുന്നു എന്നാണ് സഭ അർത്ഥമാക്കുന്നത്. എന്തിന്റെ പ്രാരംഭത്തിൽ? ജീവിതത്തിലെ ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും ദൈവമാതാവിന്റെ മധ്യസ്ഥത ഉണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നാം ആരംഭിക്കുന്ന കാര്യങ്ങളിൽ ഒരു യാത്രയാവാം, ഒരു പ്രവൃത്തിയാവാം, ഒരു ബിസിനസ്സാകാം, ജോലിയാകാം, എന്തു തന്നെയായാലും അവിടെ ഒരു കുറവുണ്ടായാൽ അത് പരിഹരിക്കുവാൻ മാതാവ് അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് കാനാവിലെ കല്യാണത്തിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് മാതാവ് കണ്ടപ്പോൾ ദൈവത്തോട്, ദൈവപുത്രനോട് പ്രാർത്ഥിക്കുന്നു, പറയുന്നു, അവരുടെ കുറവ് വരാതെ നീ നോക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലും എത്രയോ സന്ദർഭങ്ങളിൽ നാം മേൽത്തരമായിട്ട് ദൈവത്താൽ നടത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ ദൈവമാതാവിന്റെ മധ്യസ്ഥതയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഈ പെരുന്നാളും അനുഗ്രഹമായി തീരുവാനായി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ആചരിക്കുന്നു. അതിന്റെ തുടക്കമെന്ന നിലയിൽ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കുറവും വരാതെ വന്ന് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ ഒരു കുറവും വരാതെ വന്ന് നോക്കണമെന്ന് മാതാവിനോട് നാം അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാവ് ദൈവമക്കളുടെ മുന്നിൽ വന്ന് അപേക്ഷിക്കും, പറയും. അമ്മ പറഞ്ഞാൽ ഏത് മകനാണ് ഉപേക്ഷിക്കാൻ പറ്റുക? അതുകൊണ്ട് ദൈവമാതാവിന്റെ മധ്യസ്ഥ അഭയം തേടിക്കൊണ്ട് കടന്നു വന്നാണ് നിങ്ങളെല്ലാവരെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാർഷിക പെരുന്നാളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ പ്രോഗ്രാമുകളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കൂടെ ആവർത്തിക്കാൻ ഇന്ന് വൈകിട്ട് 6:30 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് ഒരു പ്രദക്ഷിണം, അത് കഴിഞ്ഞ് നാളെ 7:30 മണിക്ക് വിശുദ്ധ പ്രഭാത നമസ്കാരം, അത് കഴിഞ്ഞ് 8:30 മണിക്ക് വിശുദ്ധ കുർബാന, അത് കഴിയുമ്പോൾ പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, അത് കഴിയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരാനുള്ള അവസരം ഇപ്പോൾ ഇല്ലെന്ന് എനിക്കറിയാവുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാകുന്നതിന് വേണ്ടി പള്ളി ഇപ്പോഴും തുറന്നിരിക്കും. ഏത് സമയത്ത് നിങ്ങൾക്ക് കടന്നു വന്ന് കുടുംബമായിട്ട് വന്ന് പ്രാർത്ഥിക്കാം. 5 മണിയാകുമ്പോൾ നമ്മളൊരു സമാപന ആശീർവാദവും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തുന്നുണ്ട്. അതിലും നിങ്ങളുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് അതിനെ നേതൃത്വം കൊടുക്കുന്നവർക്ക് ദൈവജ്ഞാനവും ആരോഗ്യവും കൊടുക്കുവാനും അതിനുവേണ്ടി സഹകരിക്കേണ്ടവർക്ക് അതിനുള്ള മനസ്സുണ്ടാകുവാനായിട്ട് ഈ പെരുന്നാൾ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ നമ്മൾ ആരംഭിക്കുന്നു. പരിശുദ്ധ ഗീവറീസ് സഹോദരന്റെ മധ്യസ്ഥയിൽ സമാപിക്കുന്നു. ഇത് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. നിങ്ങളുടെ പ്രാർത്ഥനയിലും അക്കാര്യം ഓർക്കണമേ എന്ന് ഈ സമയത്ത് സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും നിർമ്മിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. പങ്കെടുത്ത നിങ്ങളെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങൾ വാങ്ങിപ്പോയ ആത്മാക്കളെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവെ, കുറ്റവും കുറവുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ അംഗീകരിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാൻ വേണ്ടി നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെയും മോർ ഗീവറീസ് സഹോദരയുടെയും ശേഷം സൈരശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാലും അപേക്ഷകളാലും തന്നെ